കൂട്ടുകാരെ, എല്ലാവർക്കും ടാലൻറ്റ് ഹണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ആദ്യത്തെ യൂണിറ്റായ ദി മിറർ. മിറർ എന്താണ്? മിറർ കണ്ണാടി അല്ലേ, നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടി. കൂട്ടുകാരെന്നും കണ്ണാടിയിൽ നോക്കാറില്ലേ? ദിവസത്തിൽ 2-3 തവണ നമ്മൾ കണ്ണാടിയിൽ നോക്കാറുണ്ട് അല്ലേ? കൂട്ടുകാരി കാർട്ടൂൺ ഒന്ന് നോക്കൂ. നമ്മൾ എന്താണ് കാണുന്നത്? ഒരു ഓടുന്ന തീവണ്ടി ഉണ്ട് അല്ലേ, ട്രെയിന്. എന്നാൽ കാഴ്ചക്കാരെന്താണ് ചെയ്യുന്നത്? അവർ ഓടുകയാണ്. അവരെന്തിനായിരിക്കും ഓടുന്നത്? അവർ വിചാരിച്ചിട്ടുണ്ടാകും ആ ട്രെയിന് വന്ന് അവരുടെ മേലെ കൂടെ പോകുമെന്ന്. അതുകൊണ്ടായിരിക്കും അവർ ഓടുന്നത് അല്ലേ? കൂട്ടുകാർ ആദ്യമായി സ്കൂളിൽ പോയ ദിവസം ഒന്ന് ഓർമ്മിച്ചു നോക്കൂ. കൂട്ടുകാർ കരയുക തന്നെ ചെയ്തിട്ടുണ്ടാകും. കാരണം ആ ഒരു അന്തരീക്ഷം ആദ്യത്തെ അനുഭവമായിരുന്നു അല്ലേ? നമ്മൾ ആദ്യത്തെ അനുഭവമായിരുന്നു സ്കൂളിൽ പോകുന്നത്. വീട്ടിൽ നിന്നും നമ്മുടെ അച്ഛനമ്മമാരിൽ നിന്നും മാറി ഒറ്റയ്ക്കായിരുന്ന ഒരവസ്ഥ അല്ലേ? പിന്നീട് കൂട്ടുകാർ പരിചയപ്പെടുകയും സ്കൂളിൽ പോകാൻ ഇഷ്ടമാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകും. എന്നാൽ ഇപ്പോഴെന്താണ് അവസ്ഥ? നമുക്ക് കൊറോണ എന്ന മഹാമാരി കാരണം സ്കൂളിൽ പോകുവാൻ കഴിയില്ല അല്ലേ? എന്ന് വിചാരിച്ച് ആരും പഠിക്കാതിരിക്കേണ്ടത്, നമുക്ക് പഠിച്ചു മുന്നേറാം. ദിസ് കാർട്ടൂൺ ഷോസ് ദ റിയാക്ഷൻ ഓഫ് ദി വ്യൂവേഴ്സ് when the first ever motion picture was shown in Paris. It was a 50-second long film directed by Lumiere brothers. ആദ്യമായി ചലിക്കുന്ന ഒരു ഫിലിം പാരീസിൽ കാണിച്ചപ്പോഴുണ്ടായ കാഴ്ചക്കാരുടെ റിയാക്ഷനാണ്, അവരുടെ പ്രതികരണമാണ് നമ്മൾ ഈ ചിത്രത്തിലൂടെ, ഈ കാർട്ടൂണിലൂടെ കാണുന്നത്. അവരെന്താണ് ചെയ്യുന്നത്? അവർ ഓടുകയാണ്. വാട്ട് ഡു യു സീ ഇൻ ദ കാർട്ടൂൺ? നിങ്ങൾ കാർട്ടൂണിൽ എന്താണ് കാണുന്നത്? എ റണ്ണിങ് ട്രെയിൻ. ഇറ്റ് ഈസ് എ ഫിലിം. ഒരു ഓടുന്ന തീവണ്ടി, അതൊരു ഫിലിമാണ്. വാട്ട് ആർ ദ വ്യൂവേഴ്സ് ഡൂയിങ്? കാഴ്ചക്കാരെന്താണ് ചെയ്യുന്നത്? The viewers are frightened and they are trying to run away. പേടിക്കുന്നതിന് ഫ്രൈറ്റൻ എന്നാണ് പറയുന്നത്. കാഴ്ചക്കാർ പരിഭ്രമിച്ച് പേടിച്ച് ഓടുകയാണ് ചെയ്യുന്നത് അല്ലേ? വാട്ട് ഡിഡ് they expect to happen? എന്ത് സംഭവിക്കുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്? They expect that the train would run over them. അവരെന്താണ് പ്രതീക്ഷിക്കുന്നത്? ട്രെയിന് അവരെന്ത് സംഭവിക്കുമെന്നാണ് കരുതുന്നത്? ട്രെയിൻ അവരുടെ മേലെ കൂടെ പോകുമെന്നാണ് അവർ കരുതുന്നത്. അതുകൊണ്ടാണ് അവർ ഓടിപ്പോകുന്നത്. ആർ യു അഫ്രൈഡ് ഓഫ് ട്രെയിൻസ് നൗ? ഇപ്പോൾ ട്രെയിൻ കണ്ടാൽ നിങ്ങൾ പേടിക്കുമോ? നോ, ഇല്ല. ലുക്ക് അറ്റ് ദ ഫേസസ് ഓഫ് ദ പീപ്പിൾ. ആർ ദേ ഹാപ്പി? ഈ കാർട്ടൂണിൽ കാണുന്ന കാഴ്ചക്കാർ സന്തോഷത്തിലാണോ? അവരുടെ മുഖങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കൂ. നോ, ദേ ആർ ഫ്രൈറ്റൻഡ്. അല്ല, അവർ പേടിച്ചിരിക്കുകയാണ്. വാട്ട് ആർ ദേ അഫ്രൈഡ് ഓഫ്? അവരെന്തിനെയാണ് പേടിക്കുന്നത്? ദ ട്രെയിൻ അല്ലേ, തീവണ്ടിയാണ് അവർ പേടിക്കുന്നത്. കൂട്ടുകാരി, നമ്മുടെ യൂണിറ്റ് 1 ആദ്യ ഭാഗത്തിലേക്ക് കടക്കാം. ദ ഐലൻഡ്. ഐലൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ്വീപ്. ദ ഐലൻഡ്. കൂട്ടുകാർ പറയൂ, ദ ഐലൻഡ്. നമ്മളിനി പഠിക്കാൻ പോകുന്നത് ഒരു ആഫ്രിക്കൻ നാടോടി കഥയാണ്, ഫോക്ക് ടെയിൽ. ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആധുനിക ഉപകരണങ്ങൾ, അതായത് ഫോണ്, TV അങ്ങനെയുള്ള ഒന്നും ഒരു കാലത്ത് ഉണ്ടായിരുന്നില്ല. ആ കാലത്ത് നടന്ന ഒരു കഥയാണ് നമ്മൾ ഈ പാഠത്തിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. We have mobile phones, laptops, smart boards and many other gadgets today which make our life easy and comfortable. But there was a time when people did not have any of these. The African folktale you are about to read describes a humorous incident that happened at a time when people hadn't even heard of many of the things that we use now. മൊബൈൽ ഫോണ്, ലാപ്ടോപ്പ് അങ്ങനെയുള്ള ആധുനിക സൗകര്യങ്ങൾ നമുക്കിപ്പോൾ ഉണ്ട്. എന്നാൽ ഇതൊന്നും ഇല്ലാതിരുന്നൊരു കാലമുണ്ടായിരുന്നു. മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഇല്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു.
നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും എന്താണെന്ന് പോലും അറിയാത്ത ആളുകളെക്കുറിച്ചുള്ള ഒരു രസകരമായ കഥയാണ് നമ്മുടെ ഈ പാഠത്തിലുള്ളത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. Long, long ago, a fisherman and his wife lived on an island. It was a lonely island. The people of the island led a quiet and simple life. They had no electricity, no phone, no television, no newspaper. They had no hairbrush nor mirrors either. The only way the islanders came to know about the world outside was through the ships that passed the island. The sailors in the ship threw old worn-out toothbrushes, broken buckets, torn shoes, etc. into the sea. When these things came ashore, the people of the island collected them. Long, long ago, a fisherman and his wife lived on an island. പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഒരു മുക്കുവൻ എന്ന് പറഞ്ഞാൽ മീൻ പിടിക്കുന്ന ആൾ, മീൻപിടുത്തക്കാരൻ. ഒരു മുക്കുവനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു ദ്വീപിൽ ജീവിച്ചിരുന്നു. ഇറ്റ് വാസ് എ ലോൺലി ഐലൻഡ്. അതൊരു ഒറ്റപ്പെട്ട ദ്വീപായിരുന്നു. ലോൺലി അതായത് ഒറ്റപ്പെട്ട, ലോൺലി ഐലൻഡ്. The people of the island led a quiet and simple life. ആ ദ്വീപിലെ ആളുകൾ ശാന്തവും ലളിതവുമായ ജീവിതം നയിച്ചിരുന്നു. They had no electricity, no phone, no television, no newspaper. അവർക്ക് ഇലക്ട്രിസിറ്റി, വൈദ്യുതിയോ ഫോണോ ടെലിവിഷനോ പത്രമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. They had no hairbrush nor mirrors either. ചീർപ്പോ കണ്ണാടിയോ പോലുള്ള ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. The only way the islanders came to know about the world outside was through the ships that passed the island. ദ്വീപിൽ താമസിക്കുന്നവർക്ക് പുറം ലോകത്തെക്കുറിച്ച് അറിയാനുള്ള ഒരേ ഒരു മാർഗം അവർക്ക് സമീപത്തുകൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കപ്പലുകളായിരുന്നു. The sailors in the ship threw old worn-out toothbrushes, broken buckets, torn shoes, etc. into the sea. കപ്പലിൽ യാത്ര ചെയ്യുന്നവർ, കപ്പൽ യാത്രക്കാർ കടലിലേക്ക് പഴകിയ ബ്രഷുകൾ, പൊട്ടിയ ബക്കറ്റുകൾ, കീറിപ്പറയുന്ന ഷൂസുകൾ തുടങ്ങിയവ എറിഞ്ഞു കളഞ്ഞിരുന്നു. When these things came ashore, the people of the island collected them. ഈ വസ്തുക്കൾ തീരത്തടിയുമ്പോൾ ദ്വീപിലെ ആളുകൾ അവ ശേഖരിക്കും. കപ്പൽ യാത്രക്കാർ എറിഞ്ഞ വസ്തുക്കൾ തീരത്തടിയുമ്പോൾ ദ്വീപിലെ ആളുകൾ എന്താക്കും? അവ ശേഖരിക്കും. ഐലൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ്വീപ്. ലോൺലി ഐലൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റപ്പെട്ട ദ്വീപ്. ക്വയറ്റ് എന്ന് പറഞ്ഞാൽ കാം, അതായത് ശാന്തമായ. മിറർ കണ്ണാടി. സെയിലർ നാവികൻ, കപ്പലിൽ യാത്ര ചെയ്യുന്ന നാവികനാണ് സെയിലർ, കപ്പിത്താൻ. വോൺ ഔട്ട് എന്ന് പറഞ്ഞാൽ പഴകിയ. പഴകിയ സാധനങ്ങൾക്കാണ് നമ്മൾ വോൺ ഔട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഉപയോഗിച്ച് പഴകിയതിനെയാണ് വോൺ ഔട്ട് എന്ന് പറയുന്നത്. ബ്രോക്കൺ എന്നാൽ പൊട്ടിയത്. ടോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? കീറിയ. കേം അഷോർ കരയ്ക്കടിയ, തീരത്തടിയ, അതിനാണ് നമ്മൾ കേം അഷോർ എന്ന് പറയുന്നത്. ഈസ് ദ ഐലൻഡ് എ പ്ലേസ് ലൈക്ക് യുവേഴ്സ്? ഹൗ ഈസ് ഇറ്റ് ഡിഫറെൻറ്റ്? ഈ ദ്വീപ് നിങ്ങളുടെ പ്രദേശം പോലെയാണോ? അല്ല, എങ്ങനെയാണ് അത് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? No, it was a lonely island and the people did not have any knowledge about the outside world or modern things. No, ഈ ദ്വീപ് ഞങ്ങളുടേത് പോലെയുള്ള പ്രദേശമല്ല. It was a lonely island. അതൊരൊറ്റപ്പെട്ട ദ്വീപാണ്. And the people did not have any knowledge about the outside world or modern things. ഐലൻഡിൽ താമസിക്കുന്ന, ദ്വീപിൽ താമസിക്കുന്ന ആളുകൾക്ക് പുറം ലോകത്തെക്കുറിച്ചും പുതിയ വസ്തുക്കളെക്കുറിച്ചും യാതൊരു അറിവുമില്ല.
ഹൗ ഡിഡ് ദ ഐലൻഡേഴ്സ് നോ അബൌട്ട് ദ വേൾഡ് ഔട്ട്സൈഡ്? എങ്ങനെയാണ് ദ്വീപിൽ താമസിക്കുന്ന ആളുകൾ പുറം ലോകത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നത്? ദ ഐലൻഡേഴ്സ് ന്യൂ അബൌട്ട് ദ ഔട്ട്സൈഡ് വേൾഡ് ത്രൂ ദ ഷിപ്സ് ദാറ്റ് പാസ്ഡ് ദ ഐലൻഡ്. ദ്വീപിലെ ആളുകൾ പുറം ലോകത്തെക്കുറിച്ച് അറിയാനുള്ള അവരുടെ മാർഗമെന്ന് പറയുന്നത് അവർക്ക് സമീപത്തുകൂടി കടന്നു പോയിക്കൊണ്ടിരുന്ന കപ്പലുകളായിരുന്നു. Why did the islanders collect the things came ashore? എന്തിനാണ് ദ്വീപിൽ താമസിക്കുന്നവർ തീരത്തടിഞ്ഞിരുന്ന സാധനങ്ങൾ ശേഖരിച്ചത്? Because they did not have any such things. എന്തുകൊണ്ടാണ് അവർക്ക് അതുപോലുള്ള സാധനങ്ങൾ, അതുപോലുള്ള വസ്തുക്കൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവർ തീരത്തടിഞ്ഞിരുന്ന സാധനങ്ങൾ ശേഖരിച്ചത്. ദ ഐലൻഡ് എന്ന ഈ ഭാഗം കൂട്ടുകാർക്ക് മനസ്സിലായോ? പണ്ട് ഒരു മീൻപിടുത്തക്കാരനും മുക്കുവനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു ദ്വീപിൽ താമസിച്ചിരുന്നു. അതൊരൊറ്റപ്പെട്ട ദ്വീപാണ്. അവിടെയുള്ള ആളുകൾ ശാന്തവും വളരെ ലളിതവുമായ ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. അവർക്ക് ഇലക്ട്രിസിറ്റിയോ ഫോണോ ടെലിവിഷനോ, അതായത് ടി-വിയോ പത്രമോ അങ്ങനെയുള്ള ഒരു സാധനവും ഉണ്ടായിരുന്നില്ല. എന്തിന് ചെറുപ്പോ കണ്ണാടി പോലുള്ളവയൊന്നും അവർക്കില്ലായിരുന്നു. ദ്വീപിലെ ആളുകൾക്ക് പുറം ലോകത്തെക്കുറിച്ച് അറിയാനുള്ള ഒരു മാർഗം അവർക്ക് സമീപത്തുകൂടി കടന്നു പോയിക്കൊണ്ടിരുന്ന കപ്പലുകളായിരുന്നു. കപ്പലിലെ യാത്രക്കാർ പഴകിയ ബ്രഷുകൾ, പൊട്ടിയ ബക്കറ്റുകൾ, കീറിപ്പറയുന്ന ഷൂസുകൾ തുടങ്ങിയവ എറിഞ്ഞു കളഞ്ഞിരുന്നു. ഈ വസ്തുക്കൾ തീരത്തടിയുമ്പോൾ ദ്വീപിലുള്ള ആളുകൾ അതെല്ലാം ശേഖരിക്കും. കൂട്ടുകാരി, ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടക്കാം. ഫാദർ കംസ് അലൈവ്. ഫാദർ കംസ് അലൈവ്. അച്ഛൻ ജീവനോടെ വരുന്നു. നമുക്കാദ്യം കഥയൊന്ന് വായിക്കാം. വൺ ഡേ ദ ഫിഷർമാൻ വാസ് വാക്കിംഗ് അലോങ് ദ സീഷോർ. ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഹിസ് ഫാദർ, ഇറ്റ് വാസ് ഫോർ ദ ഫസ്റ്റ് ടൈം he was going out. Oh, my father, how loving he was, he thought. Never can I see him again. Suddenly, a flash of light fell on his eyes. Something shining was lying on the sand. He picked it up and looked at it. He had never seen such a thing before. He saw a face in it. He was scared. He threw it away. But after a while, he walked towards it again. He picked it up and saw the face in it again. He had never seen his own face before. He thought it was his father's face. He was very happy. He thanked God for sending his father's picture. He smiled at the picture. What a surprise! It smiled back. He turned the mirror to see if his father was behind it, but he could not see anyone. Once more, he turned it to his face. Oh, my loving father! He spoke to his father. His father's lips moved, but he heard nothing. He became sad. He cried. His father too seemed to cry. He held the mirror close to his heart and went home. One day, the fisherman was along the seashore. ഒരു ദിവസം മുക്കുവൻ, അതായത് മീൻ പിടിക്കുന്നയാൾ, കടൽ തീരത്ത് കൂടി നടക്കുകയായിരുന്നു. After the death of his father, it was for the first time he was going out. അവൻ്റെ, അതായത് മുക്കുവിൻ്റെ അച്ഛൻ്റെ മരണശേഷം ആദ്യമായായിരുന്നു അയാൾ പുറത്തേക്കിറങ്ങുന്നത്. Oh, my father, how loving he was, he thought. Never can I see him again. എൻ്റെ അച്ഛൻ എത്ര സ്നേഹമുള്ളവനായിരുന്നു, ഇനി ഒരിക്കലും എനിക്ക് അദ്ദേഹത്തെ കാണാനാവില്ലല്ലോ എന്ന് അദ്ദേഹം ചിന്തിച്ചു. Suddenly, a flash of light fell on his eyes. പെട്ടെന്ന് ഒരു തിളക്കം, ഒരു മിന്നൽ അയാൾ കണ്ടു. Something shining was lying on the sand.
മണലിൽ എന്തോ തിളങ്ങുന്ന വസ്തു കിടക്കുന്നുണ്ടായിരുന്നു. ഹി പിക്ഡ് ഇറ്റ് അപ്പ് ആൻഡ് ലുക്ക്ഡ് അറ്റ് ഇറ്റ്. അയാൾ അതെടുത്ത് സൂക്ഷിച്ചു നോക്കി. ഹി ഹാഡ് നെവർ സീൻ സച്ച് എ തിങ് ബിഫോർ. അതുപോലുള്ളൊരു വസ്തു അയാൾ മുമ്പൊരിക്കലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഹി സോ എ ഫേസ് ഇൻ ഇറ്റ്. അയാൾ അതിലൊരു മുഖം കണ്ടു. ഹി വാസ് സ്കെയർഡ്. ഹി ത്രൂ ഇറ്റ് അവേ. സ്കെയർ എന്നാൽ ഭയം എന്നാണ് അർത്ഥം. ഭയന്നു പോയ മുക്കുവൻ ആ വസ്തു ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞു. ബട്ട് ആഫ്റ്റർ എ വൈൽ ഹി വാക്ക്ഡ് ടുവാർഡ്സ് ഇറ്റ് അഗെയിൻ. പക്ഷേ കുറച്ച് സമയത്തിനു ശേഷം അയാൾ അതിനു നേരെ നടന്നു. ഹി പിക്ഡ് ഇറ്റ് അപ്പ് ആൻഡ് സോ ദ ഫേസ് ഇൻ ഇറ്റ് അഗെയിൻ. അതെടുത്തു നോക്കിയപ്പോൾ വീണ്ടും അതിലൊരു മുഖം തെളിഞ്ഞു കണ്ടു. ഹി ഹാഡ് നെവർ സീൻ ഹിസ് ഓൺ ഫേസ് ബിഫോർ. മുമ്പൊരിക്കലും സ്വന്തം മുഖം അയാൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഹി തോട്ട് ഇറ്റ് വാസ് ഹിസ് ഫാദേഴ്സ് ഫേസ്. ഇത് തൻ്റെ അച്ഛൻ്റെ മുഖമായിരിക്കുമെന്ന് അയാൾ കരുതി. ഹി വാസ് വെരി ഹാപ്പി. അയാൾ വളരെ സന്തോഷവാനായി. ഹി താങ്ക്ഡ് ഗോഡ് ഫോർ സെൻഡിങ് ഹിസ് ഫാദേഴ്സ് പിക്ചർ. തൻ്റെ അച്ഛൻ്റെ ചിത്രം അയച്ചു തന്നതിന് അയാൾ ദൈവത്തിനോട് നന്ദി പറഞ്ഞു. ഹി സ്മൈൽഡ് അറ്റ് ദ പിക്ചർ. അയാൾ ആ ചിത്രം നോക്കി പുഞ്ചിരിച്ചു. വാട്ട് എ സർപ്രൈസ്! എന്തൊരു അത്ഭുതം! ഇറ്റ് സ്മൈൽഡ് ബാക്ക്. അത് തിരികെ ചിരിച്ചു. ഹി ടേൺഡ് ദ മിറർ ടു സീ ഇഫ് ഹിസ് ഫാദർ വാസ് ബിഹൈൻഡ് ഇറ്റ്. തൻ്റെ അച്ഛൻ പിറകിലുണ്ടായിരിക്കുമോ എന്നറിയാൻ അയാൾ ആ കണ്ണാടി തിരിച്ചു പിടിച്ചു നോക്കി. ബട്ട് ഹി കുഡ് നോട്ട് സീ എനിവൺ. പക്ഷേ ആരെയും കണ്ടില്ല. വൺസ് മോർ ഹി ടേൺഡ് ഇറ്റ് ടു ഹിസ് ഫേസ്. ഒരിക്കൽ കൂടി അയാൾ ആ കണ്ണാടി തൻ്റെ മുഖത്തിനു നേരെ തിരിച്ചു. ഓ മൈ ലവിങ് ഫാദർ, ഹി സ്പോക്ക് ടു ഹിസ് ഫാദർ. ഓ എൻ്റെ സ്നേഹമുള്ള അച്ഛൻ. അയാൾ തൻ്റെ അച്ഛനോട് സംസാരിച്ചു. ഹിസ് ഫാദേഴ്സ് ലിപ്സ് മൂവ്ഡ് ബട്ട് ഹി ഹെഡ് നത്തിങ്. അയാളുടെ അച്ഛൻ്റെ ചുണ്ടുകൾ ചലിക്കുന്നുണ്ടായിരുന്നു, അനങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ അയാൾക്ക് ഒന്നും കേൾക്കാൻ സാധിച്ചില്ല. ഹി ബിക്കെയിം സാഡ്. ഹി ക്രൈഡ്. അയാൾ ദുഃഖം സഹിക്കാനാവാതെ കരഞ്ഞു. ഹിസ് ഫാദർ ടു സീംസ് ടു ക്രൈ. അയാളുടെ അച്ഛനും കരയുന്നത് പോലെ അയാൾക്ക് തോന്നി. ഹി ഹെൽഡ് ദ മിറർ ക്ലോസ് ടു ഹിസ് ഹാർട്ട് ആൻഡ് വെന്റ് ഹോം. ആ കണ്ണാടി അയാൾ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് വീട്ടിലേക്ക് മടങ്ങി. കൂട്ടുകാരെ, പാഠം മനസ്സിലായോ? ഒരു ദിവസം മുക്കുവിന് കടൽ തീരത്ത് കൂടി നടക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ മരണശേഷം ആദ്യമായായിരുന്നു അയാൾ പുറത്തേക്ക് പോകുന്നത്. അങ്ങനെയായിരിക്കെ പെട്ടെന്ന് ഒരു തിളക്കം മണലിൽ അയാൾ കണ്ടു. എന്തോ ഒരു വസ്തു അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അയാൾ അതെടുത്ത് സൂക്ഷിച്ചു നോക്കി. അതുപോലുള്ളൊരു വസ്തു അയാൾ മുമ്പൊരിക്കലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അയാൾ അതിലൊരു മുഖം കണ്ടു. അത് ആരുടെ മുഖമായിരുന്നു? അദ്ദേഹത്തിൻ്റെ മുഖം തന്നെയാണ്. എന്നാൽ അദ്ദേഹം വിചാരിച്ചത് അത് തൻ്റെ അച്ഛൻ്റെ മുഖമാണെന്നാണ്. അയാൾ വളരെ സന്തോഷവാനായി. അച്ഛൻ്റെ ചിത്രം അയച്ചു തന്നതിന് അയാൾ ദൈവത്തിന് നന്ദി പറഞ്ഞു. അയാൾ ചിത്രത്തെ നോക്കി പുഞ്ചിരിച്ചു. ആ ചിത്രം തിരികെ അയാളോടും പുഞ്ചിരിച്ചു. തൻ്റെ അച്ഛൻ പിറകിലുണ്ടായിരിക്കുമെന്ന് കരുതി അയാൾ ആ കണ്ണാടി തിരിച്ചു പിടിച്ചു നോക്കി. പക്ഷെ അവിടെ ആരെയും കണ്ടില്ല. ശേഷം അയാൾ ആ കണ്ണാടി തൻ്റെ മുഖത്തിന് നേരെ തിരിച്ചു. അയാൾ അച്ഛനോട് സംസാരിച്ചു. അയാളുടെ അച്ഛൻ്റെ ചുണ്ടുകൾ ചലിക്കുന്നുണ്ടായിരുന്നു, അനങ്ങുന്നുണ്ടായിരുന്നു. പക്ഷെ അയാൾക്കൊന്നും കേൾക്കാൻ സാധിച്ചില്ല. എന്തുകൊണ്ടാണ്? അയാൾ ആ കണ്ണാടിയിൽ കാണുന്നത് അയാളെ തന്നെയാണ്. എന്നാൽ അയാൾക്കത് മനസ്സിലാകുന്നില്ല. അയാൾ കരുതുന്നത് അത് തൻ്റെ അച്ഛനാണെന്നാണ്. പിന്നീട് ആ കണ്ണാടി അദ്ദേഹം തൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് വീട്ടിലേക്ക് മടങ്ങി. വാട്ട് വാസ് ദ ഷൈനിങ് ഒബ്ജക്റ്റ് ദാറ്റ് ഫിഷർമാൻ ഗോട്ട്? മുക്കുവിന് കിട്ടിയ ആ തിളങ്ങുന്ന വസ്തു എന്തായിരുന്നു? എ മിറർ, ഒരു കണ്ണാടി. വാട്ട് ഡിഡ് ഹി സീ ഇൻ ദ മിറർ? കണ്ണാടിയിൽ അദ്ദേഹം എന്താണ് കണ്ടത്? ഹിസ് ഓൺ ഫേസ്, അദ്ദേഹത്തിൻ്റെ തന്നെ മുഖം. വാട്ട് ഡിഡ് ഹി തിങ്ക് അബൌട്ട് ഇറ്റ്? ആ മുഖം കണ്ടപ്പോൾ അദ്ദേഹം എന്താണെന്നാണ് കരുതിയത്? ഹി തോട്ട് ദാറ്റ് ഇറ്റ് വാസ് ഹിസ് ഫാദേഴ്സ് ഫേസ്.
അദ്ദേഹം ചിന്തിച്ചത് അത് തൻ്റെ അച്ഛൻ്റെ മുഖമായിരിക്കുമെന്നാണ്. വൈ ഡിഡ് ഹി ലുക്ക് അറ്റ് ദ ബാക്ക് ഓഫ് ദ മിറർ? കണ്ണാടിയുടെ പുറകിലേക്ക് അദ്ദേഹം മുക്കുവൻ നോക്കുവാൻ കാരണം എന്താണ്? ടു സീ ഇഫ് ഹിസ് ഫാദർ വാസ് ദർ. അദ്ദേഹത്തിൻ്റെ അച്ഛൻ പുറകിലുണ്ടായിരിക്കുമെന്ന് കരുതിയാണ് അദ്ദേഹം കണ്ണാടി തിരിച്ചു പിടിച്ചത്. വൈ ഡിഡ് ഹി തിങ്ക് that the face in the mirror was his father's? എന്തുകൊണ്ടാണ് കണ്ണാടിയിൽ കണ്ട ആ മുഖം തൻ്റെ അച്ഛൻ്റേതാണെന്ന് അയാൾ വിചാരിച്ചത്? He had never seen his own face before, so he thought that it was his father's face. അദ്ദേഹം, അതായത് മുക്കുവൻ, ഇതിനു മുമ്പ് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം കരുതി അത് തൻ്റെ അച്ഛൻ്റെ മുഖമാണെന്ന്. What do you think the fisherman will do with the mirror? മുക്കുവൻ ആ കണ്ണാടി കൊണ്ട് എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? I think he will show it to his wife and keep it safe forever. എനിക്ക് തോന്നുന്നത് അദ്ദേഹം അത് തൻ്റെ ഭാര്യയ്ക്ക് കാണിച്ചു കൊടുക്കും, എന്നിട്ട് അത് എന്നേക്കുമായി സുരക്ഷിതമായി സൂക്ഷിച്ചു വെക്കും. Where will he keep the mirror? Will he hang it on the wall? Will he keep it among his clothes? Or will he hide it somewhere else? എവിടെയായിരിക്കും അയാൾ കണ്ണാടി സൂക്ഷിക്കുക? അയാൾ അത് മതിലിൽ അഥവാ ഭിത്തിയിൽ തൂക്കിയിടുമോ? അയാൾ അത് തൻ്റെ വസ്ത്രങ്ങളുടെ കൂട്ടത്തിൽ സൂക്ഷിക്കുമോ? അതോ മറ്റെവിടെയെങ്കിലും ഒളിപ്പിക്കുമോ? I think he will keep it with him always to see his beloved father's face. എനിക്ക് തോന്നുന്നത് അദ്ദേഹം അത് എപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ കരുതും. എന്തിനാണ്? അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ മുഖം കാണാനായി. കൂട്ടുകാരെ, ഫ്ലാഷ് എന്ന് പറഞ്ഞാൽ തിളക്കം എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഷൈനിങ്, തിളങ്ങുന്നത്. പിക്ക് എന്ന് പറഞ്ഞാൽ എടുക്കുക എന്നാണ്. സ്കേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേടിക്കുക. ഫ്രൈറ്റൻ എന്ന് പറഞ്ഞാലും പേടിക്കുക എന്ന് തന്നെയാണ്. ത്രൂ എന്ന് പറഞ്ഞാൽ എറിഞ്ഞു. ആഫ്റ്റർ എ വൈൽ, അതായത് കുറച്ച് സമയത്തിന് ശേഷം, അല്പനേരം കഴിഞ്ഞ്. ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ പിറകിൽ, അതായത് ബാക്കിൽ. സ്പോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പറഞ്ഞു. സ്പോക്ക് എന്ന് പറഞ്ഞാൽ പറഞ്ഞു. സ്പീക്ക് എന്ന് പറഞ്ഞാൽ പറയുക. സ്പോക്ക്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ആദ്യം ആ കാർട്ടൂണിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? കാർട്ടൂണിനെ കുറിച്ച് പറഞ്ഞു, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മനസ്സിലാക്കി. രണ്ടാമതായി ദ ഐലൻഡ്, ദ്വീപിനെ കുറിച്ച് പറഞ്ഞു. മൂന്നാമതായി ഫാദർ കംസ് അലൈവ്, അച്ഛൻ ജീവനോടെ വരുന്നു. ഈ 2 ഭാഗങ്ങളെയും 3 ഭാഗങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ദ ഫൈറ്റ്, അടുത്ത ഭാഗമായ ദ ഫൈറ്റ്, പിന്നെ ഈ പാഠവുമായി ബന്ധപ്പെട്ട കുറച്ച് ആക്ടിവിറ്റീസ്. ലെറ്റ്സ് റിവ്യൂ ദ സ്റ്റോറി, ലെറ്റ്സ് റൈറ്റ്. ഈ 2 ആക്ടിവിറ്റികളും നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.